ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പോൾ നമ്മളുടെ ഈ ഒരു KTM ഡ്യൂക്ക് 200 2024 എഡിഷനാണ് നിങ്ങളുടെ മുന്നേ ഇരിക്കുന്നത്. അതിൻ്റെ പുതിയ 2 കളർ ഓപ്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു കളർ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു, അത് നിങ്ങൾ കണ്ടു. അപ്പോൾ രണ്ടാമത്തെ കളർ ഓപ്ഷനാണ് നമ്മുടെ മുന്നേ ഇരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് ഇതിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, കുറച്ച് എലമെൻറ്റ്സ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് KTM പത്തനംതിട്ടയിലാണ്. അപ്പോൾ ഇവിടെ ഈ 2 വണ്ടി നമുക്ക് റെഡി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ്, സ്പെയർ പാർട്സ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഡ് ഗാർഡ് തന്നെ കാണാം. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ടിപ്പിക്കൽ KTM ഓറഞ്ച് കളറും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മാറ്റ് ബ്ലാക്ക് കളറിലുമാണ് ഈ ഒരു ഫ്രണ്ട് ഫെൻഡർ KTM ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് ഈ ഹെഡ് ലാമ്പിൻ്റെ സൈഡിലുള്ള കൗൾസിലും ആ സെയിം KTM ഓറഞ്ച് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതിന് തന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KTM എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു സൈഡ് സ്റ്റിക്കറിൽ കാണാൻ സാധിക്കും. അതൊരു നൈസ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BS4 ഡ്യൂക്ക് 390ലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു 6 പാക്ക് LED ഹെഡ് ലാമ്പ് കാണുന്നത്. അതിപ്പോൾ നമുക്ക് ഈ ഒരു 200ലേക്കും KTM കൊടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ DR വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 LED യൂണിറ്റ്സോളം വരുന്ന ഒരു നൈസ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. നടുക്കൂടെ നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്കും കാര്യങ്ങളൊക്കെ കാണാനും സാധിക്കും. അതിന് മുകളിലായിട്ട് നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ന്യൂ ചേഞ്ചസ് എന്ന് പറയാനായിട്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റ് ചേഞ്ച് കാണാൻ സാധിക്കുന്നത്. അത് ഈ ഒരു ഗ്രേ ഫിനിഷിലാണ് ടാങ്ക് കൗളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള KTM ആൻഡ് 200 എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിന് തന്നെ ബോർഡറായിട്ട് അതിൽ ഒരു ഷാഡോ സൈഡായിട്ട് ആ ഒരു ഓറഞ്ച് ഫിനിഷിൽ വന്നിരിക്കുന്നത്. വണ്ടി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. 13.4 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ്, മെറ്റൽ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് ആക്സസറീസ് ഒക്കെ തന്നെ അതിൽ ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 822 mm ആണ് വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുപോലെ തന്നെ 159 കിലോഗ്രാമോളാണ് ഡ്യൂക്ക് 200ൻ്റെ കെർബ് വെയിറ്റും വരുന്നത്. ഇതൊക്കെ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ കാണിച്ച 200നെക്കാളും ഇതിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്റ്റെൽത്തി കളറാണ് ഈ ഒരു ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓറഞ്ച് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടിയും കൂടുതലും ബ്ലാക്കാണ് എടുത്ത് നിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു 17 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു എഡിഷനിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫ്രെയിം ബ്ലാക്കിലാണ്. സബ് ഫ്രെയിം ഈ ഒരു വാഹനത്തിലും ഓറഞ്ചിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിന് പുറകിലേക്കുള്ളതാ ഈ ഒരു ബാക്ക് ഫെൻഡർ പോർഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ഫിനിഷിൽ വന്നിട്ടുണ്ട്. ഇത് ബ്ലൂ കളറിൽ നമുക്ക് വൈറ്റിലായിരുന്നു വന്നിരുന്നത്. അതേപോലെ തന്നെ ഓറഞ്ച് സ്റ്റിക്കറിങ്ങിൽ ഡ്യൂക്ക് എന്നുള്ള ബ്രാൻഡിങ്ങും വന്നിട്ടുണ്ട്. 43 mm WP USD സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ 10 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WP മോണോ ഷോക്കും വരുന്നുണ്ട്. ആ മോണോ ഷോക്കിനും വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. സോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വേണ്ടി നല്ല കോൺട്രാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് 4 പിസ്റ്റൺ ബൈബറി റേഡിയൽ മൗണ്ടഡ് കാലിപ്പർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റീൽ ബ്ലേഡഡ് ലൈൻസ് വരുന്നുണ്ട്. സോ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് ഫീലും സ്റ്റോപ്പിംഗ് പവറും ഒക്കെ തരുന്നൊരു വണ്ടിയാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. അതുപോലെ ഇനി എഞ്ചിൻ സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 199.5 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് BS6 OBD2 കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് E20 ഫ്യൂൽ ഈ ഒരു എഞ്ചിന് കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് E20 ഫ്യൂൽ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് വന്നിരിക്കുന്നത്. 25 PS പവർ 10,000 RPM-ലും ഒരു 18.4 Nm ടോർക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സുള്ള നല്ലൊരു എക്സ്പ്ലോസീവ് ക്യാരക്ടറുള്ള ഒരു ടിപ്പിക്കൽ KTM ക്യാരക്ടറുള്ള എഞ്ചിൻ തന്നെയാണ് ഡ്യൂക്ക് 200 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെയായിട്ട് നമുക്ക് ആ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ, എക്സോസ്റ്റിൻ്റെ ആ ഒരു മാനിഫോൾഡൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ക്യൂട്ട് എൻജിൻ കൗളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതുപോലെ നമുക്കിതിൽ അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടിപ്പിക്കൽ KTM അലൂമിനിയം സ്വിങ്ങാമും നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിൽ നമുക്ക് 230 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത് വിത്ത് സിംഗിൾ പിസ്റ്റൺ ബൈബറി ആക്ഷ്യൽ ബ്രേക്ക് കാലിപ്പേഴ്സ്. 150 സെക്ഷനാണ് ബാക്ക് ടയർ. MRFൻ്റെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് 110 സെക്ഷൻ ടയറും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 822 mm ആണ്. പാഡിങ്സിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് KTM വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും കാല് തറയിൽ പെട്ടെന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഒരു നാരോ ഡൗൺ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും ഈ ഒരു 822 mm സീറ്റ് ഹൈറ്റുള്ള വാഹനം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ബിഗിനറാണ്, നിങ്ങൾക്കൊരു സ്പോർട്സ് ബൈക്കിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയൊരു മോഡലാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. കാരണം ഈസ് ഓഫ് ഹാൻഡ്ലിങ്ങിൻ്റെയും പവറിൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡായിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്.
ഇത്രയും വലിയൊരു വാഹനമായിട്ട് നമുക്ക് കാണുമെങ്കിലും ഇത് ഓടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളറാണ് മറ്റ് KTM വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. കാരണം മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു ബിഗിനറിൻ്റെ കൈ നിൽക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങനെയല്ല. നിങ്ങൾക്ക് പവർ വേണ്ടടുത്ത് പവറുണ്ട്, എന്നാൽ വളരെ ശാന്തനായിട്ട് പോകാനും സാധിക്കുന്ന ഒരു വാഹനമാണിത്. ഇനി നമുക്ക് മീറ്റർ കൺസോൾ നോക്കാം. മീറ്റർ കൺസോളിൽ വലിയ മാറ്റം KTM വരുത്തിയിട്ടില്ല. നമ്മൾ ടിപ്പിക്കലി നേരത്തെ ഉണ്ടായിരുന്ന 200 മറ്റും കാണുന്ന ആ ഒരു LCD മീറ്റർ കൺസോളാണ് വന്നിരിക്കുന്നത് വിത്ത് ഓറഞ്ച് ബാക്ക് ലൈറ്റ്. നമുക്കിവിടെ ടാക്കോമീറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടൈം വരുന്നുണ്ട്, എൻജിൻ ഹീറ്റ്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് പോലെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. പിന്നീട് 2 ട്രിപ്പ് മീറ്റേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ റോഡ് ആൻഡ് സൂപ്പർ മോട്ടോ എന്നുള്ള 2 ABS മോഡ്സ് ഉണ്ട്. സൂപ്പർ മോട്ടോയിൽ നമുക്ക് ബാക്ക് ABS ഓഫ് ചെയ്യാൻ സാധിക്കും, അപ്പോൾ അതും ഇതിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി അലേർട്സൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റായിട്ട് തന്നെ എഴുതി കാണിക്കുന്നതാണ്. പിന്നീട് ഇതുപോലെ ആക്ച്വൽ ഫ്യൂൽ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരും. വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ ഈ സൈഡിലാണ്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് മീറ്റർ കൺസോളാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു സിൽവർ കളറുള്ള ഹാൻഡിൽ ബാറാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതൊരു ടേപ്പേഡ് ഡിസൈനാണ്, നടുക്ക് കനക്കൂടുതലാണ്, സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കനക്കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ഹാൻഡ്ലിങ് ബെറ്റർ ആവും. അതുപോലെ തന്നെ വൈബ്രേഷൻസും മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ളൊരു ഡിസൈൻ കൊണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുന്നത് പാസ് സ്വിച്ച്, അതുപോലെ തന്നെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ഹോണ്, നല്ല ലൗഡ് ഹോണാണ് കേട്ടോ. അതുപോലെ ക്ലച്ച് ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കറക്റ്റ് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നൈസ് ഒരു ഗ്രിപ്പും ഹോൾഡും ഒക്കെ കിട്ടുന്ന രീതിക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, പവർ സ്റ്റാർട്ട് വരുന്നുണ്ട്, നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവറും വരുന്നുണ്ട്. ക്ലച്ച് ലിവർ പോലെ തന്നെ ഒരു നൈസ് എർഗണോമിക് ഡിസൈനുള്ള ഒരു ബ്രേക്ക് ലിവറാണ് ഇതിനും വന്നിരിക്കുന്നത്. ബാർ ആൻഡ് വെയിറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കില്ല, അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പുതിയ 2024 മോഡൽ KTM ഡ്യൂക്ക് 200നെ പറ്റി പറയാനുള്ളത്. 2 പുതിയ കളർ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്, ബ്ലാക്കും ഓറഞ്ചും. അപ്പം ഓറഞ്ച് പ്രീവിയസ് വീഡിയോയിൽ കണ്ടു നിങ്ങൾ, ബ്ലാക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു. അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 കളേഴ്സും കാണാൻ അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. രണ്ടും ആ ഒരു KTM ക്യാരക്ടർ ഉള്ള കളേഴ്സും കൂടെയാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഇതുവരെ ഈ ഒരു വാഹനം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നല്ലൊരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,43,000 രൂപയോളമാണ് ഓൺ റോഡ് പത്തനംതിട്ട പ്രൈസ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു 2.5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരു നല്ല ബിഗിനർ സ്പോർട്സ് ബൈക്ക് നോക്കുന്നവർക്ക് പറ്റിയതാണ്. കാരണം ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്, ക്ലാസ് ലീഡിങ് പവർ തരുന്നൊരു മോട്ടോർ സൈക്കിളാണ്. അതിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും സസ്പെൻഷൻ വൈസ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ ടോപ്പ് ഓഫ് ദ ക്ലാസ് നിൽക്കുന്ന ഒരു വാഹനമാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് പുതിയ ഈ ഒരു 2024 എഡിഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നുണ്ട്. ഇറ്റ്സ് മീ നിജി, സൈനിങ് ഔട്ട്.